നമ്മുടെ ഇന്നത്തെ ഉച്ചയുള്ള കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് നമ്മുടെ വഴുതന തൈയിൽ നിന്നും ഒരു 4 വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതേ മുള്ളം വാങ്ങി വെട്ടി തേച്ച് കഴുകി അരപ്പൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വറക്കാം. വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ നമ്മുടെ മീൻ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കി പറ. ഇതേ നമ്മുടെ വഴുതനങ്ങ. അപ്പോൾ ഇതിൽ 3 വഴുതനങ്ങ നമ്മൾ സാധാരണ മീൻകറി വെക്കുന്ന പോലെ വെക്കാൻ പോവാണ്. അപ്പോൾ ഇതേ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരെണ്ണം മാറ്റി വെക്കണം കേട്ടോ. ഇതെനിക്കൊരു ചട്നി ഉണ്ടാക്കണം, വഴുതന ചട്നി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇത് വേഗം അരിഞ്ഞിട്ട് കറി അടുപ്പത്തേക്ക് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വഴുതനങ്ങ അരിഞ്ഞെടുക്കട്ടെ. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പച്ചമുളക് നെടുകെ കീറിയതും 1 കഷ്ണം ഇഞ്ചിയും 1 സവാളയുടെ പകുതിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടില്ല. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ സ്വല്പം മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, തേങ്ങ അത്രയേ ഉള്ളൂ കേട്ടോ. ചാറിന് വേണ്ട വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു കുഞ്ഞ് കഷ്ണം കൊടംപുളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മൂടി വെക്കാവേ. അപ്പോൾ ഇതേ നമ്മുടെ വഴുതനങ്ങ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. എനിക്കിഷ്ടമായി. കുഞ്ഞു കൊച്ചുള്ളി ഒന്ന് കാച്ചിയിടാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ വഴുതനങ്ങ മീൻകറി റെഡി ആയിട്ടുണ്ട്. പിന്നെ വഴുതന ചട്നിയും ആയിട്ടുണ്ട്. അപ്പോൾ ആ വഴുതന ചട്നി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഇതേ മുള്ളം വറുക്കാൻ പോവുകയാണേ. അങ്ങനെ മീൻകറി സ്റ്റൈലിലുള്ള വഴുതനക്കറിയും മുള്ളൻ ഫ്രൈയും വഴുതനങ്ങ ചട്നിയൊക്കെ കൂടി നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.